ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അറാംകോ WPR, എത്ര വർഷമാണ് കാർഡിൻ്റെ വാലിഡിറ്റി, എത്രയാണ് അറാംകോ WPRൻ്റെ സാലറി, എന്ത് വർക്കാണ്, എന്ത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് അറാംകോ WPRനുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് WPR എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് റിസീവർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് അറാംകോയിൽ എന്ത് തരത്തിലുള്ള ജോലി ചെയ്യണമെങ്കിലും അതിനൊരു പെർമിറ്റ് വേണം. ആ പെർമിറ്റ് 4 തരം പെർമിറ്റുകളുണ്ട്: ഹോട്ട് വർക്ക്, കോൾഡ് വർക്ക്, കൺഫൈൻ സ്പേസ്, ULB, എക്യുപ്മെൻറ്റ് ഓപ്പണിംഗ്, ലൈൻ ബ്രേക്ക്. 4 തരം പെർമിറ്റുകളുണ്ട്. ഇതിനകത്തെങ്കിലും ഒരു പെർമിറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഏത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചുള്ള പെർമിറ്റുകൾ നമ്മൾ എടുക്കും. ഇപ്പോൾ ഈ പെർമിറ്റുകൾ എടുക്കാൻ ഇഷ്യൂവർ, അറാംകോയുടെ ഇഷ്യൂവർ, പിന്നെ റിസീവർ WPR എന്ന് പറയുന്നത് പെർമിറ്റ് റിസീവർ, ഇവർ രണ്ടും കൂടെ ജോയിൻറ്റ് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ആ സൈറ്റ് ഓക്കെയാണ്, അവിടെ പണി ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തി അത് ഡോക്യുമെൻ്റായിട്ട് എഴുതി സൈൻ ചെയ്ത് അതാണ് നമ്മുടെ പെർമിറ്റ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ജോലി എന്ന് പറയുന്ന ജോലി. അത് മാത്രമല്ല, നമ്മൾ ഫുൾ ടൈം റിസീവർ എന്ന് പറയുന്ന ആൾ ഫുൾ ടൈം നമ്മൾ ആ വർക്ക് സൈറ്റിലുണ്ടായിരിക്കണം. ആ വർക്ക് നമ്മൾ മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും അൺസേഫായിട്ട് കണ്ടാൽ നമുക്ക് ആ വർക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും നമുക്ക് മാത്രമല്ല സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന, അറാംകോയിൽ വർക്ക് ചെയ്യുന്ന ആർക്കും, everyone എന്നാണ് സ്റ്റോപ്പ് വർക്ക് അതോറിറ്റിക്ക്. അത് everyone, എല്ലാവർക്കും പറ്റും. അതൊരു ക്വസ്റ്റ്യനാണ്, ഒരു ആൻസറുമാണ്. പിന്നെന്താ ഉള്ളത്, എത്ര സാലറി എന്നുള്ളത്. സാലറി എന്ന് പറയുന്നത് നോർമലി 2000 to 5000 വരെ അറാംകോ WPRന് കിട്ടും. പിന്നെ റെൻ്റലായിട്ട് വരുന്നത് പെർ അവർ 45 റിയാലാണ്. അത് ഇച്ചിരി അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടി വരും. കാര്യം അത് വേറെ സെഗ്മെൻ്റാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ബേസാണ് പറയുന്നത്. ഇപ്പോൾ ഇതിലേക്ക് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് തേർഡ് പാർട്ടി ഒരു എക്സാമാണ്. അത് നമുക്ക് സൗദി അറേബ്യയിലുള്ളവർക്ക് ഖോബാറിൽ, ജിദ്ദയിലൊക്കെ ഈ എക്സാം സെൻറ്ററുകളുണ്ട്. അവിടുന്ന് അത്യാവശ്യം നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 മുതൽ നമ്മൾ എലിജിബിളാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ ഓക്കെ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത്രയും നല്ലത്. നെബോഷൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. നെബോഷ് ഉള്ളവരുടെ സേഫ്റ്റിയുടെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് അറാംകോ അപ്രൂവ്ഡ് സേഫ്റ്റി നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളിയെ കൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യിക്കാം. അപ്പം നമ്മൾ ഈ വർക്ക് പെർമിറ്റ് റിസീവറിൻ്റെ, അതായത് നമ്മൾ ഈ തേർഡ് പാർട്ടി എക്സാം എഴുതി കഴിഞ്ഞ് നമുക്ക് പല കമ്പനികൾ നമുക്ക് ഇൻ്റർവ്യൂ എടുത്തിട്ട് നമുക്ക് അറാംകോയുടെ ഒറിജിനൽ, അതായത് WPRൻ്റെ ഷെഡ്യൂൾ എടുത്ത് തരും. എന്നിട്ട് ആ എക്സാം എഴുതിയിട്ടാണ് നമ്മൾ വർക്ക് പെർമിറ്റ് റിസീവർ ആവുന്നത്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്കിതിനെ എങ്ങനെ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പഠിക്കണം. ഇത് പഠിക്കാതൊരു പണിയും നടക്കത്തില്ല. അത് ഉടായിപ്പില്ല. ഫസ്റ്റ് നമ്മളിത് കംപ്ലീറ്റ് പഠിച്ച് നമുക്കത് മനസ്സിലായി ഇത് എങ്ങനെ ചെയ്യാം, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഈ തേർഡ് പാർട്ടി എക്സാം എഴുതുക. അതിനുശേഷം നമുക്ക് കമ്പനിയുമായി ബന്ധപ്പെടാം. ചില കമ്പനികൾ നേരത്തെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇൻ്റർവ്യൂവിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെർമിറ്റുകൾ എത്രയാണെന്നറിയാം, എന്തൊക്കെയാണ് ജോലി എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ തേർഡ് പാർട്ടി എഴുതിപ്പിക്കും. പിന്നെ ഈ അറാംകോയുടെ എക്സാം എഴുതിപ്പിക്കും. പിന്നെ നിലവിൽ ആരെങ്കിലും തേർഡ് പാർട്ടി എക്സാമോ അല്ലെങ്കിൽ അറാംകോയുടെ എക്സാമോ കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് ഉറപ്പായിട്ട് നമുക്കത് കോൺടാക്ട് ചെയ്ത് ജോലി സെറ്റ് ചെയ്ത് കൊടുക്കാം, ഇൻഷാ അല്ലാ. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഒരു ഫ്രഷറായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഫുള്ള് പഠിച്ചിരിക്കണം. അതായത് പഠിക്കാതെ ഒരു പണിയുമില്ല. നമ്മളിത് ഈ 4 പെർമിറ്റുകൾ എന്തൊക്കെയാണെന്നും ഇത് എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നും, ഇതിന് കുറച്ച് അധികം റൂൾസുകളുണ്ട്. പക്ഷേ അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ പഠിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എന്നിട്ട് ഈ തേർഡ് പാർട്ടി എക്സാം എഴുതി സ്വന്തം വിസക്കാർക്കാണെങ്കിൽ തേർഡ് പാർട്ടി എക്സാം എഴുതി എന്നിട്ട് നമുക്ക് എങ്കിലും സപ്ലൈയോ അല്ലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് തരാം. അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ കമ്പനിയാണ് നോക്കുന്നതെങ്കിൽ കമ്പനി ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഈ ബേസ് ആ ഇൻ്റർവ്യൂ ബോർഡിന് ഓക്കെയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ബേസുകൾ പറഞ്ഞു കൊടുത്താൽ അവർ നിങ്ങൾക്ക് ഷെഡ്യൂളും അല്ലെങ്കിൽ തേർഡ് പാർട്ടി എക്സാമും പ്രൊവൈഡ് ചെയ്യും, അറാംകോയുടെ എക്സാമും പ്രൊവൈഡ് ചെയ്യും. അപ്പം സാലറി പറഞ്ഞു. പിന്നെ അറാംകോയുടെ കാർഡിൻ്റെ വാലിഡിറ്റി 2 വർഷമാണ്. 2 വർഷം കഴിയുമ്പോൾ ഈ കാർഡ് എക്സ്പയർഡ് ആകും. പിന്നെ നമുക്ക് വേണ്ടത് വീണ്ടും ഈ തേർഡ് പാർട്ടി എഴുതണം, അറാംകോ എക്സാം എഴുതണം. എല്ലാ 2 വർഷവും സെയിം പരിപാടി തന്നെയാണ്. പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു. ഓക്കെ,